حي على الفلاح حي على الفلاح الله أكبر يا الله لا إله إلا الله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم الذي خلقك وسواك فعدلك في أي سورة ما شاء ركبك. كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഈ പ്രപഞ്ചം, ഇതിലെ ജീവിതവും ഒരു സമയബന്ധിത പരിപാടിയാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രം തീരുമാനിക്കപ്പെട്ട ഒരു സംഗതി. ഇതിനൊരു പ്രാരംഭമുണ്ട്, ഒരവസാനമുണ്ട്. പ്രാരംഭം കാണാൻ നമുക്ക് എന്തായാലും കഴിഞ്ഞിട്ടില്ല. മിക്കവാറും അവസാനിക്കുമ്പോഴും ഈ പള്ളിയിലുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള ആരും ഉണ്ടാവുകയില്ല. കാരണം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് കുറേ സംഗതികൾ കൂടി സംഭവിക്കാനുള്ളതായിട്ട് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മഹദിയുടെ വരവ്, ദജ്ജാലിൻ്റെ പുറപ്പാട്, ഈസാ അലൈഹിസ്സലാമയുടെ പുനരവതരണം, പിന്നെ ഈസാ നബിയുടെ മരണം, സത്യവിശ്വാസികളുടെ ഒന്നടങ്കുള്ള മരണം, അതിനുശേഷം മദീനയും മക്കയും ഒക്കെ തകർക്കപ്പെടുന്നു. പിന്നും ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം ഈ ഭൂമിയിൽ ജീവിതം നിലനിൽക്കും എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കയും മദീനയൊക്കെ തകർന്നു പോയാലും
1 നൂറ്റാണ്ടോളം ഇവിടെ ജീവിതം ഉണ്ടാവും. ഭൂമിയിൽ അള്ളാഹു എന്ന് വിളിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഖുർആൻ ഉയർത്തപ്പെടും, പള്ളികൾ ഉപേക്ഷിക്കപ്പെടും, ഭൂലോകത്ത് സത്യവിശ്വാസികൾ ആരും ഉണ്ടാവില്ല, അക്രമികളുടെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ പോലും ആരും ഉണ്ടാവാത്ത സമയത്താണ് ഈ പ്രപഞ്ചം ഒന്നാകെ തകർത്ത് തരിപ്പണമാകും. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായി എവിടെ നിന്ന് എങ്ങനെ തുടങ്ങിയെന്നൊന്നും ആധുനിക ശാസ്ത്രത്തിനൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കുറേ സിദ്ധാന്തങ്ങൾ, തിയറികൾ മാത്രമാണ് നമുക്ക്. അതുപോലെ പ്രപഞ്ചാന്ത്യത്തെ സംബന്ധിച്ചും ഈ പ്രപഞ്ചം അവസാനിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ചില ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ടെങ്കിലും പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയോ വ്യാപ്തിയോ, പ്രപഞ്ചം ഒരു തുറന്ന അനന്തതയാണോ അല്ല ഒരതിലുള്ള ഏരിയയാണോ എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ പഠനം അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന് ഒരു സമയക്രമവും അതിർത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് ഉത്തരം പറയാൻ ശാസ്ത്രകാരന്മാർക്കാവില്ല എന്നുള്ളതാണ്. അനന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ആ കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഭൗതിക ശാസ്ത്രം എന്നുള്ളതാണ്. ഖുർആൻ ഈ പ്രപഞ്ചാന്ത്യത്തെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരുപാട് സൂറത്തുകൾക്ക് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് നബ, തക്വീർ, ഇൻഫിത്താർ, ഇൻഷിഖാഖ്, സാഅത്ത്, സിൽസാൽ, അൽ വാഖിയ, അൽ ഹാഖ, അൽ ഖിയാമ, അങ്ങനെ എണ്ണിപ്പോയാൽ ഒരുപാട് സൂറത്തുകൾ. ആ സൂറത്തുകളുടെ ടൈറ്റിൽ തന്നെ, അതിൻ്റെ ശീർഷകങ്ങൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ബന്ധപ്പെടുത്തിയ ഒരു സൂറത്താണ് അൽ ഇൻഫിത്താർ, പൊട്ടിപ്പിളരുക എന്നുള്ളത്. ഇദസ് സമാഉൻ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഇസിറത്. ഈ ലോകാവസാനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു 3-4 സംഗതികളെ ഇങ്ങനെ നിരത്തി പിടിച്ച് പറയാറുള്ള ആൾക്കാർ. ഈ ഉപരിമണ്ഡലം, സമാ എന്ന് പറഞ്ഞാൽ ഉപരിമണ്ഡലം, നമ്മളിവിടെ കാണുന്ന ഈ നീലാകാശവും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചുവന്നാകാശവും എന്ന യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോയി നോക്കിയാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ഇതിൽ തലച്ചോറിന് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഉപരിമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഗതി, മേൽക്കൂര, അതിങ്ങനെ പൊട്ടിപ്പിളർന്നു പോകുന്ന, അത് പൊട്ടിപ്പിളരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം തകർന്നു പോകും. അപ്പോൾ താരകങ്ങൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. ആ താരകങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഭൂമിക്ക് മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ്റെ ലേശം അങ്ങോട്ട് അടുത്ത് വന്നാൽ ഭൂമിയിലുള്ളതെല്ലാം കരിഞ്ഞു പോകും. നമുക്ക് ഈ ഉഷ്ണകാലത്ത് സൂര്യനുമായിട്ടുള്ള ഒരു ചെറിയ അടുപ്പമുണ്ട്. കൂടുതൽ ചൂടുണ്ടാകുമ്പോൾ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഒരല്പം അടുത്ത് വന്നാൽ ഭൂമി തന്നെ ഒന്നാകെ കരിഞ്ഞു പോകുന്ന അത്രയധികം ചൂടിലാണ് സൂര്യനിൽ ന്യൂക്ലിയർ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സൂര്യൻ കുറച്ച് അങ്ങോട്ട് അകന്നു പോയാലോ ഇവിടെ മുഴുവനും മഞ്ഞുണ്ടാവും, ഹിമപാതങ്ങളായി, ഹിമാലയം പോലുള്ള മഞ്ഞുകൾ. അപ്പോൾ ഒരു നിശ്ചിത അകലത്തിലാണ്. ഒരു കൃത്യമായ ഒരു ഓർബിറ്റിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഇദൽ ഖവാകിബുൻ തസറത്, ആ ആകാശത്തിലെ താരകങ്ങൾ, അനന്തകോടി താരകങ്ങൾ, അതെല്ലാം അങ്ങോട്ട് ഉതിർന്നു വീഴും. വഇദൽ ബിഹാറു ഫുജ്ജിറത്, ഈ സമുദ്രങ്ങളൊക്കെ പൊട്ടി ഒഴുകും. അതായത് അതിൻ്റെ കര എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ സമുദ്രതീരം അതുണ്ടാവില്ല, അതങ്ങോട്ട് കരയിലേക്ക് അങ്ങ് വ്യാപിക്കും. സമുദ്രത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകാൻ തുടങ്ങും. മറ്റൊരു സ്ഥലത്ത് സമുദ്രവും നദിയുമൊക്കെ കൂട്ടിച്ചേരും. അപ്പോൾ ജുമിഅ അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിച്ചു പോകും. സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആറ്റം ബോംബ് പോലും സൂര്യൻ ചന്ദ്രനോ കൂട്ടിയിടിച്ചാൽ വെറും കളിക്കോപ്പ് മാത്രമായിരിക്കും. ഇന്ന് നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഇട്ട ആറ്റം ബോംബിനേക്കാൾ വലിയ ആറ്റം ബോംബ് ഇന്ന് ന്യൂക്ലിയർ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ സൂര്യചന്ദ്രനുള്ള കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ അത് വെറും കള്ളിക്കോപ്പുകൾ മാത്രം, അതിൻ്റെ വില പോലും ഉണ്ടാവില്ല എന്ന്. അത്ര ഭീകരമായിട്ടാണ് ഈ പ്രപഞ്ചം. അന്ന് എല്ലാം തകർത്ത് തരിപ്പണമായതിനു ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും, എന്നിട്ട് അവിടെ കുഴിമാടങ്ങളെന്ന് പൊളിക്കപ്പെടുന്നു. മനുഷ്യർ മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്ന കുഴിമാടങ്ങളെല്ലാം പൊളിച്ച് എല്ലാത്തിനെയും അവിടെ ഹാജരാക്കും ഒരു വലിയ വൻസഭയിൽ. അന്ന് അലിമത്ത് നഫ്സും ഖദ്ദമത് വഅഖറത്,
ഈ ലോകത്തിൻ്റെ അവസാനത്ത് സംഭവിക്കാൻ പോകുന്ന വിസ്ഫോടനകരമായ വിനാശകരമായ ഒരു സംഗതിയുടെ 3-4 സംഗതികൾ എടുത്തു പറഞ്ഞിട്ട് മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. അന്ന് ഓരോ മനുഷ്യനും അറിയും അവൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കാതെ വിട്ടതെന്ന്. അപ്പോൾ അങ്ങോട്ട് മനസ്സിനെ കൊണ്ടുപോയിട്ട് ദുന്യാവിലേക്ക് തന്നെ വരുത്തുകയാണ്. നിങ്ങൾ ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂലോകം ഉണ്ടല്ലോ, അതെല്ലാം തകർന്ന് തരിപ്പണമായി, എന്നിട്ട് എല്ലാത്തിനെയും അടിച്ച് നിരത്തി റെഡിയാക്കി ആളുകളെ ഇങ്ങനെ ഹാജരാക്കും. എന്നിട്ട് അന്നേരം ഓരോ മനുഷ്യനും വളരെ വ്യക്തമായി തിരിച്ചറിയും എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കാതെ വിട്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചോദിക്കുക, യാ അയ്യുഹൽ ഇൻസാൻ, സത്യവിശ്വാസികളെ എന്നല്ല, മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ, അത്യുദാരനായ രക്ഷിതാവിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത്, നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അല്ലദീ ഖലഖക വസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റകബക, അവനെ ഏത് ഒരു കോലത്തിലാണ് നിങ്ങളെ ഉദ്ദേശിച്ചത്, മനോഹരമായ ഒരു കോലത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉന്നതമായ ഒരു മോൾഡിംഗ് ആണ്, സുന്ദരമായ ഒരു ശരീരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ പരസ്പരം നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, ഇണയും തുണയും നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അകക്കാമ്പിൽ ആനന്ദം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു ഷേപ്പാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നിട്ട് ഇതെല്ലാം തന്നിട്ട് ചില സംഗതികൾ പറഞ്ഞ് നിങ്ങളുടെ ഈ ശരീരവും നിങ്ങളുടെ ഈ വിഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു താൽക്കാലികമായ ഒരു ജീവിതം ഇവിടെ നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് വെറും താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു പുനരുത്ഥാനവും പിന്നെ ഒരു പ്രതിഫല നാളുമുണ്ട്. ആ പ്രതിഫല നാളിനെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഓരോ വിഭവം എടുത്ത് ഉപയോഗിക്കാൻ. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, നിങ്ങൾ ആ പ്രതിഫല നാളിനെ നിഷേധിച്ചുകൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ഒരു കാര്യം അപ്പോൾ ഓർത്തിരിക്കണം, വഇന്ന അലൈക്കും ലഹാഫിളീൻ, അതായത് നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരുണ്ട്, പാറാവുകാരുണ്ട്, നിരീക്ഷകരുണ്ട് എന്നത്. കിറാമൻ കാത്തിബീൻ, അതായത് മാന്യരായ എഴുത്തുകാരാണ്. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ചില മാന്യന്മാരെ കുറിച്ച് മനുഷ്യന് ബോധം നൽകുകയാണ്. മാന്യന്മാരുടെ സദസ്സിൽ വെച്ച് മനുഷ്യൻ അപമര്യാദ കാണിക്കാനോ അല്ലെങ്കിൽ കൃത്യവിലോപം നടത്താനോ പാപം ചെയ്യാനോ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ആദരണീയരായ മലക്കുകളുണ്ട് എന്ന ബോധമുള്ള സത്യവിശ്വാസിക്ക് ഒരിക്കലും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ലെന്ന് മാത്രമല്ല ചിന്തിക്കാൻ തന്നെ സാധ്യമല്ല. അപ്പോൾ മനുഷ്യന് അതിൻ്റെ ഉന്നതമായ ആ നില ബോധ്യപ്പെടുത്തുകയാണ്. നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ കൂടെ മനുഷ്യ സത്തയോടൊപ്പം തന്നെ ഒരു പൈശാചിക സത്തയും അതുപോലെ തന്നെ മലക്കിന്റെ സത്തയും, അങ്ങനെ 3 സത്തകൾ ഒന്നിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയിലേക്ക് ചായ്വുള്ള മനസ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അവിടെയാണ് പൈശാചിക സത്ത വർക്ക് ചെയ്യുന്നത്. അതുപോലെ നന്മയിലേക്ക് പിടിച്ചുയർത്തുന്ന മാലാഖമാരെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന് സ്വതന്ത്രനായ അല്ലാഹു തആല വിട്ടു, എങ്ങോട്ടും ചരിയാമെന്ന്. അവൻ ചരിയുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ നന്മകൾ ചെയ്യുന്ന ആളുകൾ, സത്യവാന്മാർ, സുഹൃതവാന്മാർ, അങ്ങനെയുള്ള ആളുകൾ ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാന്യരായ എഴുത്തുകാരെ ഓർമ്മിച്ചുകൊണ്ട് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, സത്യവിശ്വാസികളായ ആളുകൾ, അവർ സുഷുപ്തമായ സുന്ദരമായ ജീവിതത്തിലേക്ക് ആനയിക്കപ്പെടും. അതേപക്ഷം കുറ്റവാളികൾ അടങ്ങാത്ത അഗ്നിയിലായിരിക്കും അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അത് യസ്ലൗനഹാ യൗമദ്ദീൻ, ആ വിധിയുടെ നാളിൽ തന്നെ അതിൽ കിടന്നവർ കത്തിയെരിയേണ്ടി വരും. വമാഹും അൻഹാ ബിഗായിബീൻ, ഒരിക്കലും അതിൽ നിന്ന് ഓടിയൊളിക്കാൻ യാതൊരു തരത്തിലുള്ള വഴിയും നാം അവർക്ക് നൽകുകയില്ല എന്നുള്ള. വമാ അദ്റാക മാ യൗമുദ്ദീൻ, ഈ പ്രതിഫല ദിനം എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എന്താണ് എന്ന് നിനക്കറിയുമോ? വമാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം, തഅക്കീദിന് വേണ്ടി ആവർത്തിച്ച്. ആ പ്രതിഫലം നൽകപ്പെടുന്ന ആ നാൾ എന്താണ് എന്ന് നിനക്കറിയാമോ? യൗമ ലാ തംലികു നഫ്സൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്നെല്ലാ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലായിരിക്കും. ആർക്കും ഒന്ന് അനങ്ങാൻ കൂടി കഴിയില്ല. ഇപ്പോഴും അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷേ അവനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരല്പം നമുക്ക് അനുവദിച്ചിരിക്കുന്നു. നമുക്ക് അനങ്ങാനും പോകാനും നിൽക്കാനും വർക്ക് ചെയ്യാനും ചിരിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നൽകിയിരിക്കുന്നു. അന്ന് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് ആർക്കും യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത്. അതെല്ലാം ഇവിടെ കഴിഞ്ഞു പോകുന്നു.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, എന്താണ് നിന്റെ അത്യുദാരനായ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ ചതിച്ചു കളയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുക. ഇവിടെ ഒരു ചോദ്യമാണെങ്കിൽ വേറെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്നുള്ള. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു പറഞ്ഞതൊക്കെ സത്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത് നിങ്ങൾക്കൊരു ജീവിതം തന്നു, വിഭവങ്ങൾ തന്നു, പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷണം നടത്തും, എന്നിട്ട് നിങ്ങളെ പരലോകത്ത് ഹാജരാക്കും, നന്മയുള്ളവർക്ക് സ്വർഗം നൽകും, ധിക്കാരികൾക്കും സന്ദേഹവാദികൾക്കും നിഷേധികൾക്കുമൊക്കെ ഞാൻ നരകം നൽകും, അത് ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് ഓർത്ത് വേണം ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു വാഗ്ദാനം നൽകുന്നുണ്ടല്ലോ. അത് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പൊ ഐഹിക ജീവിതമാണ് വഞ്ചനയുടെ ചരക്ക് എന്ന് മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ മറുപടി പറയുന്നു. ഈ ഐഹിക ജീവിതമാണ് വഞ്ചനയുടെ ചരക്ക് എന്നുള്ള. വലാ യഗുറകും ബില്ലാഹിൽ ഗറൂർ, ഗറൂർ എന്ന് പറഞ്ഞാൽ അവിടെ പിശാചാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ. അപ്പൊ പിശാചാണ് മനുഷ്യ മനസ്സിൽ അള്ളാഹു പ്രവർത്തന സാന്നിധ്യത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത പിശാചാണ് യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് എന്നുള്ളതാണ്. വഞ്ചനയുടെ ചരക്ക് ഈ ദുന്യാവിലുള്ളത് തന്നെയാണ്. അത് സ്വന്തം തടിയായാലും സൗന്ദര്യമായാലും അതുപോലെ സ്ഥാനമാനങ്ങളായാലും പണമായാലും അതുപോലെ എന്തെല്ലാം ദുന്യാവിൽ വിഭവങ്ങൾ ഇല്ലാതെ ദുന്യാവിൽ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന് ഒരു തടിയുണ്ട്. ഈ തടി യഥാർത്ഥത്തിൽ തടിയല്ല മനുഷ്യൻ എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റിയെ പോലെയാണ് അതിൻ്റെ സ്ഥിതി. ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിങ്ങനെ വരുന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു മാധ്യമമില്ലാതെ, കമ്പിയിലൂടെ അല്ലാതെ അല്ലെങ്കിൽ വയറിലൂടെ അല്ലാതെ ഇലക്ട്രിസിറ്റിക്ക് പോകാൻ കഴിയില്ല. അതുപോലെ ദുന്യാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചേക്കുന്ന വ്യവസ്ഥ മനുഷ്യാത്മാവിന് ഒരു ശരീരം വേണമെന്നുള്ളതാണ്. ജീവനും ആത്മാവും മനസ്സും ഒക്കെ കൂടി ശരീരത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ ശരീരമല്ല. ഇപ്പൊ ഈ കമ്പിയാണ് കറണ്ട് എന്നാരും പറയില്ല. നമ്മൾ കറണ്ട് ഇല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാല് കറണ്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അത് കത്തൂല്ല എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ നഫ്സ് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഹയാത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ, റൂഹ് വർക്ക് ചെയ്തില്ലെങ്കിൽ മനുഷ്യ സത്തയില്ല. അതിന് മയ്യത്ത് എന്നാണ് പറയാ, ശവശരീരം എന്നാണ് പറയാ. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ളത് ഒരു പ്രത്യേകമായ ഒരു ശക്തി വിശേഷമാണ്, ഒരു എനർജി തന്നെയാണത്. അതുപോലെ മറ്റൊരു എനർജിയാണ് ജിന്നും, അതുപോലെ മറ്റൊരു എനർജിയാണ് മലക്കും. ഒരു വ്യത്യസ്ത രീതിയിലെന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ലൈറ്റ് കറണ്ടിൽ നിന്ന്, അതായത് പ്രകാശത്തിൽ നിന്നാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. പ്രകാശം എനർജിയുടെ ഒരു വകഭേദമാണ്. ഈ മാരുജിമിന്നാർ നരക, ഈ ഫ്ലെയിം, അതായത് കത്തിയാളുന്ന തീയിലെ ഇങ്ങനെ മാരുജിമിന്നാർ എന്ന് പറയാം. ആ തീനാളത്തിൽ നിന്നാണ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. മണ്ണും അവസാന മാറ്റർ ചെല്ലുന്നെത്തുന്നത് എനർജിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു എനർജി സംയുക്തമാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവിടെ ഒരു പൈശാചിക ദൗർബോധനത്തിന് ഒരു നെഗറ്റീവ് ഫോഴ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും തിന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ ശക്തി. അപ്പൊ ആ ശക്തിയെ യഥാർത്ഥത്തിൽ എന്താണെന്ന്, അതെങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കുന്നതെന്ന് അറിഞ്ഞ് സ്വന്തം നിയന്ത്രിച്ചാലേ, അതിനാണ് സെൽഫ് കൺട്രോളിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനു മുമ്പ് മനുഷ്യ മനസ്സിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഇത് ആ മനസ്സിൽ എങ്ങനെയാണ് പിശാച് പ്രലോഭനം നടത്തുന്നത് എന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പറഞ്ഞ കുറെ സംഗതികളാണ്. അതായത് അവനെ ശത്രുവായി തന്നെ കാണണമെന്നാണ് പിശാചിന്റെ ദൗർബോധനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മനുഷ്യനിൽ പിശാചും വരും, അതുപോലെ മലക്കും വരും. നന്മയെ നന്മയായി കാണിച്ച് നിലനിർത്താനാണ് മലക്ക്. നന്മ തോന്നിയാൽ അത് അല്ലാഹു എന്നാണെന്ന് മനസ്സിലാക്കുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക. തിന്മ തോന്നിയാൽ അത് അല്ലാഹു എന്നുള്ളതല്ല, പടച്ചവനെതിരാണ്, അത് പിശാചിൽ നിന്നാണ്, അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയും ചെയ്യാം. ഈ നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള കഴിവ്, വിവേചനം, ഫുർഖാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അതുവഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ തന്നെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. നമ്മൾ ഈ വായിക്കുന്ന മുസ്ഹഫ് മാത്രമല്ല, അതിന്റെ ഒരു ആത്മാവുണ്ട്. അത് നമ്മൾ അതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരും. മനുഷ്യാത്മാവിലേക്ക് ഖുർആന്റെ ആത്മാവ് ഇങ്ങനെ അരിച്ചിറങ്ങുന്നതാണ്, ആവാഹിച്ചിറങ്ങുന്നതാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഖുർആൻ ഹൃദയത്തിലുണ്ടാവുക എന്നുള്ളതാണ്. ഖുർആൻ ഹൃദയത്തിലില്ലാത്തത് ആ എഴുത്തന്റെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളൊഴിഞ്ഞ വീട് പോലെയാണെന്ന്. അപ്പൊ ഖുർആൻ എപ്പോഴും ഉണ്ടാവണം. ഖുർആൻ ഇത് ദിക്റാണെന്നുള്ളതാണ്. അപ്പൊ ആ ദിക്ർ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നായിരുന്നാലും മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അത് തിന്മയിലേക്കുള്ള ഒരു ചായ്വ് എന്നുള്ളതാണ്.
അതുകൊണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിചാരണ നാളിനെ സംബന്ധിച്ച് ശക്തമായ ഒരു ബോധം അവനുണ്ടായിക്കൊണ്ടിരിക്കണം. എങ്കിലേ അവന് ഈ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. എത്ര സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു പുത്രനും ഒരു പിതാവിനും ഒരു പുത്രനും ഒരു പിതാവും ഉപകരിക്കാത്ത ഒരു നാളുണ്ടാവും. ആ ദിവസം പ്രതിഫല നാള്. അന്ന് നിങ്ങൾ യാതൊരു ബന്ധങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല, യാതൊരു സൗഭാഗ്യങ്ങളും നിങ്ങളെ അനുഗ്രഹിക്കുകയില്ല, ഒരു ശക്തിയും നിങ്ങൾക്ക് കൂട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇന്ന് ഈ വിഭവങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ മതാഇൽ ഉറൂർന്ന്, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ വഞ്ചനാത്മകമാണ് എന്നല്ല പറഞ്ഞത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഇൽ ഉറൂർ, ഐഹിക ജീവിതം തന്നെ വഞ്ചനയുടെ ചരക്കാണ് എന്നാ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അത് മതാഉൻ ഹസനായി മാറും. അല്ലെങ്കിൽ അത് മതാഉൽ ഉറൂറാണ്, പിശാചിന്റെ ചരക്കാണ്, വഞ്ചനയുടെ ചരക്കാണ്, വ്യാമോഹിച്ച് പറ്റിച്ചു കളയുന്നതാണ്. സൗന്ദര്യം കണ്ട് സദാചാരത്തിന്റെ നിയമത്തിന്റെ അപ്പുറം സൗന്ദര്യം ആസ്വദിക്കാൻ പോയാൽ അത് വ്യാമോഹിച്ച് പറ്റിക്കുന്ന ചരക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു കെട്ടിടം മനുഷ്യന് ആഗ്രഹമാണ്. പക്ഷെ അള്ളാഹുവും അവന്റെ റസൂലും കാണിച്ചെന്ന വഴിക്കപ്പുറം ഈ ഭൗതിക ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഗംഭീരം കെട്ടിടം വെക്കാൻ പോകുമ്പോൾ അത് സദാചാരത്തിന്റെ അപ്പുറമായി പിശാചിന്റെ വലയിലപ്പെടുന്നതാണ്. അത് വാഹനം മേടിക്കുന്നിടത്തായാലും അതുപോലെ തന്നെ മറ്റേത് സംഗതികളും, കല്യാണ വീട്ടിലെ സദ്യ ഒരുക്കുന്നിടത്തും, വിവാഹ നിശ്ചയം നടത്തുന്നിടത്തും, ഇടപാടുകൾ നടത്തുന്നിടത്തും, സ്ത്രീധന വിലപേശൽ നടത്തുന്നിടത്തുമൊക്കെ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിനപ്പുറം പോകുമ്പോൾ അതെല്ലാം വഞ്ചനയുടെ ചരക്കാണ്. എണ്ണി വാങ്ങുന്ന കാശും വാങ്ങുന്ന കാറും സ്ത്രീധനത്തിന് വാങ്ങുന്നത് മതാഇൽ ഉറൂറാണ്, അത് വഞ്ചനയുടെ ചരക്കാണ്, വ്യാമോഹിച്ചു വഞ്ചിച്ചു കളയുന്ന വഞ്ചനയുടെ ചരക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ ഖുർആനിലേക്ക് നല്ലവണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതിനൊരു ഉദാഹരണം കൂടി അല്ലാഹു തആല പറയാ, ബനി ആദം, അല്ലയോ ആദമിന്റെ സന്താനങ്ങളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയഹുമാ സൗആതഹുമാ ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈഥു ലാ തറാഹും. നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും, നിങ്ങളുടെ മാതാപിതാക്കളെ പിശാച് സ്വർഗത്തിൽ നിന്ന് വ്യാമോഹിപ്പിച്ച് പറ്റിച്ച് പുറത്തു ചാടിച്ചില്ലേ, അതുപോലെ നിങ്ങളെയും പിശാച് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അവർക്ക് മറച്ചു വെച്ച ഗോപ്യമായ ചില സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ആ ഗോപ്യമായ സ്ഥാനം, അതായത് അവരുടെ നഗ്നത വെളിവാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതിലെല്ലാം പെട്ടു എന്നുള്ളതാണ്. ശരീരത്തിന്റെ നഗ്നത വെളിവാകുമ്പോൾ മനസ്സിന്റെ നഗ്നതയും വെളിവാകും. അതുപോലെ തന്നെ കൊള്ളരുതായ്മകളെല്ലാം വെളിവാകും. മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റിന് വേണ്ടി നിക്ഷേപിച്ചു വെച്ചിരുന്ന ചില സംഗതികൾ, അതായത് സ്വർഗീയ വസ്ത്രത്തിലായിരുന്നു ആദവും ഹവ്വയും ഉണ്ടായിരുന്നത്. സ്വർഗീയ വസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വസ്ത്രമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. കാരണം സ്വർഗീയ വസ്ത്രത്തിന് അവർ പരസ്പരം ആ സ്ഥാനം കാണാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത ഫകുലാ മിൻ ഹൈസു ശിതുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നിന്റെ ഭാര്യയുമായി നീ പൂന്തോപ്പിൽ യഥേഷ്ടം സഞ്ചരിച്ച് ജീവിച്ചുകൊള്ളുക, നിനക്കിഷ്ടമുള്ളതെല്ലാം തിന്നുകയും കുടിക്കുകയും ചെയ്യാം. പക്ഷേ വലാ തഖറബ ഹാദിഹി ഷജറ, ആ വൃക്ഷത്തോട് മാത്രം അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഫവസ്വസ ലഹുമുശ് ശൈത്താൻ, അവിടെ പിശാച് പ്രലോഭിപ്പിച്ചു, വസ്വാസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ, അതായത് അവർക്ക് ഗോപ്യമാക്കി വെച്ചിരുന്ന ചില സ്ഥാനങ്ങള് അവർക്ക് നഗ്നമാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ച കുറെ സംഗതികളുണ്ട്. മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതായത് തിന്മയുടെ എല്ലാം വെളിവാക്കലായിരുന്നു ആ പഴം പറിച്ചു തിന്നതിൽ നിന്ന് ഉണ്ടായത്. അതിന്റെ അനന്തരഫലം അവർക്ക് സുഖജീവിതം നഷ്ടപ്പെടുകയായിരുന്നു. എന്തിനാണ് ആദം ഇത് ചെയ്തത് അല്ലെങ്കിൽ ഹവ്വ ഇത് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് ഇബ്ലീസ് പറഞ്ഞു, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറത ഇല്ലാ അൻ തകൂനാ മലകൈന ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങൾ ആ പഴം പറിച്ച് തിന്നരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളിവിടെ നിത്യത കിട്ടിപ്പോവും, അല്ലെങ്കിൽ മലക്കുകളുടെ സ്ഥാനത്തേക്ക് ഉയർന്ന് ഈ സുഖസുഷുപ്തിയിലെ ജീവിതം നിലനിർത്തിപ്പോവും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മതിവരുവോളം ആസ്വദിക്കാനുള്ള ആർത്തിയാണ് അവിടെ പിശാച് യഥാർത്ഥത്തിൽ കുത്തിപ്പൊക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക.
ആ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഞാൻ നിങ്ങളെ അത് നിരോധിച്ചിരുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, പടച്ചതമ്പുരാനെ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ സ്വയം അക്രമം ചെയ്തു പോയി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ കാണിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തിന്മയിലേക്കുള്ള ചായ്വുണ്ട്. പിശാച് നമ്മുടെ കൂടെ ഉണ്ട്, ഏത് സമയവും റെഡിയായി നിൽക്കും. അവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ഈ പിശാചിന്റെ പിന്നാലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പിശാചിന്റെ പിന്നാലെ പോകാതിരിക്കാൻ അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുഹ്സീ സനാഅ കമാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. നമ്മുടെ സമൂഹത്തിൽ സദാചാര വിരുദ്ധമായ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച പല സംഗതികളും നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതലും അങ്ങനെയാണ് ആഗോള സമൂഹത്തിൽ. അപ്പോൾ സദാചാരത്തിന് താല്പര്യമുള്ള ആളുകൾ, സത്യവിശ്വാസികളൊക്കെ ഇതിന് നിരന്തരമായി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, കാര്യങ്ങൾ ചെയ്യും. കുറേ സംഗതികൾ എഴുതി വായിച്ചോ പത്രത്തിൽ അടിച്ചുവിട്ടോ അല്ലെങ്കിൽ സെമിനാർ നടത്തിക്കൊണ്ടൊന്നും ഇതങ്ങനെ ആവൂല എന്നുള്ളതാണ്. അങ്ങനെയാണ് മനുഷ്യ മനസ്സ്. അതായത് സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം കൊടുക്കരുത്, ആർഭാടം കാണിക്കരുത്, പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ആക്രമിക്കരുത്, അനാവശ്യം കാണിക്കരുത്, തോന്നിയ ഇതെല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആവശ്യം വരുമ്പോൾ ഇതിലേക്ക് അവൻ പൊയ്പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഓരോരുത്തരും അറിയണമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശം അങ്ങനെയാണ്. സമൂഹത്തിൽ ഇതിനുള്ള ബോധവൽക്കരണം നടത്തേണ്ടെന്നല്ല, നിരന്തരമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കാനാണ് പ്രവാചകന്മാരെയും പ്രബോധന പ്രവർത്തനം വിട്ടിട്ടുള്ളത്. അവരുടെ പണി ഫലം ചെയ്താലും ഫലം ചെയ്തില്ലെങ്കിൽ ആർഭാടം കാണിക്കുന്ന സമൂഹത്തോട് യാതൊരു ഫലവുമില്ലെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അനാചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്ത് ആരും കേട്ടില്ലെങ്കിലും പറയാൻ താല്പര്യമുള്ളവൻ, ഇഷ്ടമുള്ളവൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ്. എപ്പോൾ ഫലം കിട്ടുമെന്നുള്ളത് ഈ പറയണവന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതേ അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാന സംഗതിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ നന്മയുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിരാശരാവേണ്ട എന്നാണ് ഖുർആൻ ഹദീസ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇവിടെ മനുഷ്യനെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തണം, നിന്റെ ശത്രു നീ തന്നെയാണ്. അള്ളാഹു അല്ല, സമൂഹം അല്ല, ചുറ്റുപാടല്ല. നിന്റെ ശത്രു നീ തന്നെയാണ്. നിന്നിൽ കൊടികൊള്ളുന്ന പിശാചിനെ കണ്ടെത്തി പിടിച്ചു കെട്ടാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ നിന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. ഒരുപാട് എഴുതും, പ്രസംഗിക്കും, വാഴ്ന്നു പറയും, പക്ഷെ കാര്യം വരുമ്പോൾ തല കുത്തനാവും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ പോലും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊന്നും ഇതിൽ നിന്ന് ഒഴിവല്ല എന്നുള്ളതാണ്. നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഈ പിശാചിനെ തളച്ചിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിശാചിന്റെ ദൗർബോധനത്തെക്കുറിച്ച് ഒരുപാട് ആയത്തുകൾ, നൂറുകണക്കിന് ആയത്തുകൾ, ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ വിടേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. നമ്മൾ അതിനെ കൊണ്ടാണ് നടക്കുന്നത്. പിരിഞ്ഞു പോകാത്തൊരു കൂട്ടുകാരനാണ് ഈ ശൈത്താൻ. അത് അദുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ചതിയനാണ് എന്ന് പറഞ്ഞു, വഞ്ചകനാണെന്ന് പറഞ്ഞു. പിശാച് എപ്പോഴും ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ മനോമോഹനങ്ങളായ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഓരോ സംഗതിയും, ഒരു ചെറിയ സൈക്കിൾ വാങ്ങുന്നവൻ അതിനകത്ത് ഒരു കറങ്ങണ വീലിനകത്ത് ഒരു കളറുള്ള സാധനം ഇടണമെന്ന് ചിന്തിക്കുന്നിടത്ത് മുതൽ അങ്ങനെ അന്താരാഷ്ട്ര നിലവാരം വരെയുള്ള സംഗതികളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പിശാച് ഇങ്ങനെ ഫോട്ടോ കേട്ടിട്ട് ഞാൻ പിശാചാണ്, നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് വരുമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളെ അവൻ കാണും, അവന്റെ കബീലയും കാണും, അവന്റെ വർഗവും കാണും എന്നുള്ളതാണ്. നിങ്ങൾ അവനെ കാണുകയില്ല. അപ്പൊ നമ്മൾ കാണാത്ത നിലയിൽ വരുന്ന ഒരു ശക്തിവിശേഷമാണ് ജിന്നി എന്ന് പറഞ്ഞാൽ. ജിന്നിൽ നിന്നാണ് പിശാച്. ജിന്നി എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഫോഴ്സാണത്.
അത് മനുഷ്യന് ചിലപ്പോൾ അനുകൂലമായ രീതിയിലായിരിക്കും മനുഷ്യനെടുത്ത് വന്നിട്ട് ശല്യപ്പെടുത്തുന്നത്. അവസാനം പോയി കുടുങ്ങുമ്പോഴാണ് ഇത് പിശാചിന്റെ വലയിൽ കുടുങ്ങിയെന്ന് മനസ്സിലാകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന് നമ്മൾ വിട്ടുകൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യാനും പിന്നെ അത് കഴിഞ്ഞ ഉടനെ പിടിച്ച് ശിക്ഷിക്കാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവമല്ല അള്ളാഹ്ക്കുള്ളത്. അത് അള്ളാഹ് എടുത്ത് പറയുന്നുണ്ട്. കാരുണ്യവാനാണ്, കരുണാമേനാണ്. നിങ്ങളുടെ സ്വന്തം നിലയിലുള്ള ശ്രദ്ധ വേണം അള്ളാഹുവിലേക്ക് തിരിയാൻ. അപ്പൊ ഓരോ സംഗതി ചെയ്യുമ്പോഴും പറയുമ്പോഴും ഞാൻ ചെയ്യുന്നതിൽ ആർഭാടുണ്ടോ, നാലാൾ കണ്ടാൽ ഞാൻ വിലയിരുത്തിയാലോ ഹൈലി സബ്ജക്റ്റീവായി പോകും, മറ്റുള്ളവൻ വിലയിരുത്തിയാൽ അതിൽ ആർഭാടുണ്ടോ, ഞാൻ കാണിക്കുന്ന ഈ സംഗതികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്, ചില ന്യായങ്ങളൊക്കെ ഉണ്ടാവും, ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നിരുപദ്രവകരമായ ശീലങ്ങൾ മനുഷ്യനുണ്ടാവും. സമ്പൂർണമായിട്ട് ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ അവരുടെ ജീവിതത്തിന്റെ ഒരു ആവശ്യമില്ല. തെറ്റുകളുണ്ടാവും. ഖുലഫാഉർ റാഷിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം തെറ്റുപറ്റുകയും ഉടനെ തൗബ ചെയ്യുകയും ചെയ്യുന്നു. ഒരാൾ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഉമറെ നീ ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും തരുന്നില്ല, നീതിപൂർവ്വം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊടുക്കാണ്ട് കയ്യങ്ങ് വലിച്ചപ്പോൾ ഉമറിന്റെ ഒരു ഉപദേശം അടുത്തുണ്ടായിരുന്നത് ഖുദുൽ അഫ്വ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ ഉമറെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈദ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തന്തയ്ക്ക് വിളിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിച്ചേർത്തിട്ട് മോശമായ വർത്താനം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ശരീരം കണ്ട് ചൂടായിട്ട് അടിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച കൈക്കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആവശ്യം വരുമ്പോൾ ഖുർആൻ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. അവിടെയാണ് ഖുർആൻ ഉള്ളത്. നിങ്ങൾ കുറെ കാണാതെ പഠിച്ച പാട്ട് പോലെയുള്ള വരികൾ ഉണ്ട് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രയോജനം ചെയ്യുന്ന ഖുർആൻ ഹൃദയത്തിൽ ഉണ്ടാവണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് യു ഹാവ് റെഡ്, നിങ്ങൾ വായിച്ചതിന്റെ പ്രയോഗവൽക്കരണം എന്നാണ്. നമ്മൾ പറയാം ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുതേ എന്ന് പറയും. എന്നിട്ട് വ്യഭിചാരത്തോട് അടുക്കുമ്പോൾ പിന്നെ അവിടെ ഖുർആൻ ഇല്ലല്ലോ. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ലാ തദ്ഖുലൂ ബയൂതൻ ഗൈറ ബയൂതികും ഹത്താ തസ്തനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് നിന്ന് ബെല്ലടിച്ച് ആളെ വിളിച്ച് അനുവാദം വാങ്ങി എന്നിട്ടേ പോകാവുള്ളൂ. ചെന്നങ്ങ് കയറി കളയരുതേ. ചെന്നങ്ങ് കയറി കളയുന്നിടത്ത് ഖുർആൻ തന്നെ ഇല്ല. അവൻ ഖുർആനെ നിഷേധിക്കുകയാണ്. അതുപോലെ ഓരോ പുഞ്ചിരിക്കുമ്പോഴും സലാം ചെല്ലുമ്പോഴും അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ജീവിക്കുന്ന നിങ്ങൾ ഖുർആന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാവണം. കമാ മിസ്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലെ ഖുർആനായിരുന്നു. അതായത് ഖുൽഖുൽ ഖുർആൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആന്റെ സ്വഭാവമായിരുന്നു. ഹദസൽ ഖുർആൻ ഫി ഹയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതാണ് ഹദീസ് എന്ന്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി വാക്കുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല, ഖുർആൻ സംഭവിക്കുകയാണ്. അതിനാണ് പ്രവാചകനെ കൂടെ വിട്ടത്. അതായത് മറ്റു പ്രവാചകന്മാർ കൊടുത്തതുപോലെ ഗ്രന്ഥം ഒന്നായി കൊടുക്കുകയല്ല ചെയ്തത്. ഓരോ വിഷയം വരുമ്പോഴും പ്രവാചകന്റെ ജീവിതത്തിൽ അതിന്റെ ചൂടും ചൂരുമൊക്കെ അനുഭവിച്ചിട്ട്, അതിന്റെ വേദനയും പ്രയാസമൊക്കെ അനുഭവിച്ചിട്ട്, അള്ളാഹുവിന്റെ ഉന്നതനായ പ്രവാചകൻ ഒരുപാട് കാലത്ത് വേദനയും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്നു. പട്ടിണി കിടന്ന് വയറ് ഒട്ടിയിട്ട് കല്ല് വെച്ച് കെട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ ഇങ്ങനെ നമസ്കരിച്ച് കാലിൽ നീരടിക്കേണ്ടി വന്നിട്ടുണ്ട് സംതൃപ്തി കിട്ടാൻ മനസ്സിന്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഇതാ അള്ളാഹുവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അള്ളാന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വഭാവം പ്രതിഫലിക്കുന്നതാണ്. അത് മുഹമ്മദാണ്. ആ മുഹമ്മദിനെ പോലെ തന്നെ ഞങ്ങളും ആവണം, മുസ്ലിം ആവണം. അപ്പോഴാണ് അവൻ ഖലീഫ ആവുന്നത്, ഖുർആന്റെ ചലിക്കുന്ന മാതൃകയാവുന്നത്. അപ്പൊ ജീവനുള്ള ഖുർആൻ ആരുടെ കയ്യിലുണ്ടോ അവൻ മാത്രമാണ് രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഖുർആൻ നമുക്കെതിരാവും എന്നുള്ളതാണ്. ഈ ഖുർആൻ നമുക്കെതിരായി പോകും. ഖുർആനെ നമ്മൾ എതിരാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ കരാറെടുത്ത് വന്ന ഇബ്ലീസിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ദുന്യാവിന്റെ കാര്യം പറഞ്ഞിട്ടാണ്, ദുന്യാവിന്റെ സംഗതികൾ, വിവാഹത്തിന്റെ കാര്യങ്ങൾ, മക്കളെ വളർത്തുന്നതിന്റെ കാര്യങ്ങൾ, വീട് വെക്കുന്നതിന്റെ കാര്യങ്ങൾ, കൂറ് കൂടുന്നതിന്റെ കാര്യങ്ങൾ, കച്ചവടം നടത്തുന്നതിന്റെ കാര്യങ്ങൾ, സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്റെ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇബ്ലീസ് കച്ചവടം നടത്തുമ്പോഴും അല്ലാത്തപ്പോഴും അതാരായാലും ഏത് ഫീൽഡിലും ഇബ്ലീസ് ഇങ്ങനെ നമ്മുടെ കൂടെ വരും. എവിടെയാണ് പഴുത് കിട്ടുന്നത് അവിടെ അവൻ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. നമ്മൾ നല്ല എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്യാരണ്ടിയാണ്, ഇന്ന ഇബാദി ലൈസ ലക സുൽത്താൻ, എന്റെ അടിമകൾ, യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അവകാശവും അധികാരവും ഞാൻ നൽകുന്നതല്ല. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അടിമയാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, പിശാചിനെ കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നത് സത്യവിശ്വാസം വിട്ടൊഴിഞ്ഞ ഹൃദയങ്ങൾക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധ വേണമെന്നുള്ളതാണ്. യഇദുഹും വയുമന്നീഹും വമാ യഇദുഹും ശൈത്താൻ ഇല്ലാ ഗുറൂറാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത് സത്യമായിരിക്കും, പിശാച് വാഗ്ദാനം ചെയ്യുന്നത് ഒറൂറായിരിക്കും, ചതിയായിരിക്കും. മോഹിപ്പിക്കും അവൻ, വാഗ്ദാനം ചെയ്യുവൻ, പക്ഷേ അനുഭവിക്കാൻ നിങ്ങളുടെ തടിയും ആത്മാവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിൽ നിന്നുള്ള അഭയം തേടം. പിശാചിന്റെ എന്തെങ്കിലും ദൗർബോധനം ഏറ്റുകഴിഞ്ഞാൽ ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫുൻ മിൻ ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. പിശാചിന്റെ എന്തെങ്കിലും സ്പർശനം കഴിഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കും. അങ്ങനെ ഓർക്കിട്ട് അവർ ഉൾക്കാഴ്ചയുള്ളവരായും. ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തി കളയലാണ് പിശാചിന്റെ പണി. പിതാവിനെയും മാതാവിനെയും, പിതാവ് മാത്രമല്ല മാതാവും കൂടിയുണ്ട്. പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പിതാവ് ആ മാതാവ് പ്രലോഭിച്ച്, ഹവ്വ പ്രലോഭിച്ച് ആദം പറിച്ചു കൊടുത്തു എന്നല്ല. അല്ലാഹു തആല കുമാ കുമാ എന്നാണ് പറയുന്നത്, കുമാ എന്നൊക്കെ പറയാം. രണ്ടാളും ഒരുപോലെ പങ്കാളികളാണ്. അതുകൊണ്ട് നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് പറയുന്ന ഒരു പരിപാടി ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആണും പെണ്ണും ഒരാത്മാവായിരുന്നു, അതിന് രണ്ടായി വിഭജിച്ചതിന് ശേഷമാണ് അവിടെ ജീവിതത്തിന് വിട്ടത്. രണ്ടാളും ഒരുപോലെ ഇക്കാര്യത്തിൽ ഉത്തരവാദികളാണ്. രണ്ടാളെടുത്തും ഈ പിശാച് വരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ പിശാചിന് വശംവദരായി പോകുന്നത് പെണ്ണുങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. അവർ പലപ്പോഴും സംസാരമാണ് അവർ ഏറ്റവും വലിയ അപകടമാണ്. മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉദ്ദേശിക്കും. പെരുന്നാളിന്റെയും അതുപോലെ വിശേഷ ദിവസങ്ങളുടെയും സമയത്ത് ഖുതുബ കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങളുടെ ഭാഗത്ത് പോയി ഈ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിക്കുകയും ചെയ്തിരുന്നു. സഹോദരിമാരും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിശാചിന്റെ വലയിൽ വീണുപോയാൽ ഒരു നിവൃത്തിയില്ല. പക്ഷേ അതുകൊണ്ട് എപ്പോഴും ദിക്ർ, അതിൽ ഏറ്റവും വലിയ ദിക്ർ അഖിമിസ് സലാത്ത ലിദിക്രി, അതായത് ദിക്ർ നമസ്കാരം ആണ് ഏറ്റവും വലിയ ദിക്ർ. കൃത്യമായി നമസ്കരിക്കാൻ അത് തന്നെ വളരെ ശ്രമകരമായ പണിയാണ്. അവ്വൽ വഖത്തിന് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പള്ളിയിലെ ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് അവ്വൽ വഖത്തിന് നമസ്കരിക്കാൻ ശ്രമകരമായ അവ്വലൊക്കത്തിന് നമസ്കരിക്കുമ്പോൾ അതിന്റെ ആനന്ദം കൊണ്ട് സുന്നത്ത് നമസ്കരിക്കാനുള്ള കഴിവും അല്ലാഹു തആല തരും. അങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് കാണുന്ന കണ്ണ് അല്ലാഹു അനുവദിക്കുന്നത് മാത്രമാവും, കേൾക്കുന്ന ചെവി അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രമാവും, എടുക്കുന്ന കൈയും നടക്കുന്ന കാലും അല്ലാഹുവിന്റെ ഹലാലുകൾ മാത്രം ചെയ്യാനുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ശുഭവാർത്ത അറിയിക്കുന്നു. ആ ഉത്തമമായ അവസ്ഥയിലേക്ക് എത്താൻ അധ്വാനിക്കുക. അതിന് കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർലന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖീയ സ്വഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സന്താനങ്ങൾക്കും ആര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിൽ എത്തിച്ചേർന്ന ആളുകളുടെ ആത്മാക്കൾക്ക് നീ ഉത്തമമായ ശാന്തമായ ജീവിതം നൽകണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പിശാചിന്റെ ദൗർബോധനങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. പിശാചിന്റെ വഴിക്ക് നീ ഞങ്ങളെ വിട്ടുകളയല്ല നാഥ. പിശാചിന്റെ ശറിൽ നീ എപ്പോഴും നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ ഞങ്ങളുടെ സമ്പത്തും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അതിൽ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികൾക്ക് അവരുടെ രോഗം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിലുള്ള കുട്ടികൾക്ക് നീ പ്രത്യേകം അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വൃദ്ധന്മാരോട് നീ പ്രത്യേകം അനുഗ്രഹം കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണത്തിന്റെ സമയത്ത് സക്രാത്തുൽ മൗത്ത് ആ വേദന ഞങ്ങൾക്ക് ആശ്വാസമാക്കി തരണേ തമ്പുരാനെ. വിശാലമായ ഖബറിടം തരണേ തമ്പുരാനെ. പ്രകാശപൂരിതമായ ഖബറിടം തരണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. നിന്റെ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർള് യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.